ബക്രീദ് ആയാലും പെരുന്നാളായാലും യൂറോപ്പിൽ ആക്രമണം ഒഴിഞ്ഞിട്ട് നേരമില്ല എന്നുള്ളതാണ് എല്ലാ തവണയും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എപ്പോഴും അവിടെ നിന്ന് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരാറുണ്ട്. പ്രധാനമായിട്ടും യൂറോപ്പിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാം യൂറോപ്പിലെ ക്രിസ്മസ് ഈവിൽ വലിയ രീതിയിലുള്ള ട്രക്ക് ആക്രമണം നടന്നത്, പാരീസിൽ ആക്രമണം നടന്നത്, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബക്രീദ് ആയിരുന്നു. ഈ ദിവസം പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ വിന്റർത്തർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. അവിടെ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ ആക്രമണം ഉണ്ടായത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഈ ആക്രമകാരി 4 പേരെയാണ് അവിടെ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്ന ആക്രമണകാരി എങ്ങനെയാണ് ഒരു മതമൗലികവാദിയാകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇയാൾ കുത്തുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാണ് കുത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണെന്നുള്ളതാണ്. കോപ്പിറൈറ്റ് വയലേഷൻ വരും എന്നുള്ളത് കൊണ്ടാണ് ന്യൂസ് ഇന്ത്യ മലയാളം ഈ ദൃശ്യങ്ങൾ യൂട്യൂബിലൂടെ പുറത്തുവിടാത്തത്. എന്തായാലും അറ്റ്ലീസ്റ്റ് 4 people injured after man carries out stabbing attack while shouting Allahu Akbar on the train station in Winterthur, Switzerland എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എ ടീച്ചർ ഷീൽഡഡ് കിഡ്സ് ആൻഡ് സേവ്ഡ് ദം, അറ്റാക്കർ അറസ്റ്റഡ് ആഫ്റ്റർ മേജർ പോലീസ് ഓപ്സ് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇയാൾ കുത്തി പരിക്കേൽപ്പിക്കുന്നതിനിടയിൽ ഇയാൾ അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് നേരെ തിരിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ കുട്ടികളുടെ കൂടെ ആ കുട്ടികളുടെ അധ്യാപിക ഉണ്ടായിരുന്നു. ഈ അധ്യാപിക ആ കുട്ടികളെ മുഴുവനായി സംരക്ഷിച്ച് നിർത്തുന്ന ഒരു കാഴ്ചയും ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി വ്യക്തമാണ്. ശേഷം ഇയാളെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ മുഴുവൻ അലയടിക്കുകയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ, ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങിങ്ങായി പ്ലക്കാർഡുകൾ ഉയർത്തുകയും വലിയ പ്രതിഷേധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ലണ്ടനിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം, കുരിശുയർത്തിയ ഒരു പ്രതിഷേധം അവിടെ നമ്മൾ കണ്ടതാണ്. അവിടെയുള്ള അഭയാർത്ഥികൾക്കെതിരെ സമാനമായിട്ടുള്ള രീതിയിൽ ഇത് പോകുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.